Hello all, good evening. Welcome back to my channel. This is Ansi from New Zealand. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ഒരു GNM നേഴ്സിന് ന്യൂസിലൻഡിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാകാൻ പറ്റും എന്ന് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം ആദ്യം തന്നെ പറയുകയാണ്, എല്ലാ GNM നേഴ്സിനും രജിസ്റ്റേർഡ് നേഴ്സാകാൻ ന്യൂസിലൻഡിൽ ഓപ്ഷനുണ്ട് എന്ന് വിചാരിക്കരുത്. പക്ഷേ അങ്ങനൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്. കാരണം ഞാൻ ഒരു GNM നേഴ്സാണ്, ഞാനിപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് ഇവിടെ ന്യൂസിലൻഡിൽ വന്നേക്കുന്നത്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സ് ഈ BSc നേഴ്സിനെ പോലെ തന്നെ GNMകാർക്കും സെയിം ആണ്. അത് എന്താണെങ്കിലും മീറ്റ് ചെയ്യേണ്ടതുണ്ട്. OET അല്ലെങ്കിൽ IELTS. നമുക്ക് OET ആണെങ്കിൽ റൈറ്റിംഗ് എല്ലാവർക്കും അറിയാവുന്ന പോലെ C+, ബാക്കിയെല്ലാം B. അതുപോലെ IELTS ആണെങ്കിൽ റൈറ്റിംഗ് 6.5, ബാക്കിയെല്ലാം 7. അപ്പം ഇത്രയും സംഭവങ്ങൾ എന്താണെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു CGFNSൻ്റെ NSൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു ഏജൻസി ത്രൂ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നാൽ നമുക്ക് ആ ഒരു വേറെ ടെൻഷൻസ് ഒന്നുമില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു സിമ്പിളായിട്ട് ആ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതല്ല, ഇപ്പം ഏജൻസി ത്രൂ ഒന്നും പോകണ്ട, കാരണം അതിന് വേണ്ടിയിട്ട് കുറേ എമൗണ്ട് എന്താണല്ലോ ആകും. ആ ഒരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ വന്ന ഒരുപാട് കുട്ടികളെ എനിക്കിപ്പോൾ അറിയാവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. കാരണം അറൗണ്ട് 1.5 എന്താണെങ്കിലും ഒരു ഏജൻസി ഫീസാകും. അപ്പോൾ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഏജൻസിക്കാർ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OETയുടെ റിസൾട്ടിൻ്റെ ആവശ്യമില്ല, CGFNS പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് നമുക്ക് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം CGFNS പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ IELTS അല്ലെങ്കിൽ OET എഴുതിയെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഹാഫ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ റിസൾട്ട് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിന് കേപ്പബിൾ ആണോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കാരണം ഒരു വിതിന് 1 ഇയറിനുള്ളിൽ നമ്മുടെ ഈ ഒരു CGFNSൻ്റെ പ്രോസസ്സ് എന്താണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എനിക്ക് ഈ സംഭവം എഴുതിയെടുക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊരു ഒരു വിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് CGFNS പ്രോസസ്സ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു സൈഡിൽ ഈ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സിനുള്ള ഏതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ വിചാരിക്കുക നമുക്ക് റിക്വയർമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ CGFNS പോർട്ടൽ ആദ്യം ചെയ്യേണ്ടത് തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പം നമുക്കതിനകത്ത് അവർ തന്നെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുക എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അതല്ലെന്നുണ്ടെങ്കിൽ ഏജൻസി ആണെങ്കിൽ അവർ നമ്മളോട് പറയും ഇത്ര ഡോക്യുമെൻറ്റ്സ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അവരത് അപ്ലോഡ് ചെയ്യുന്നു. അത് വെരിഫൈ ചെയ്ത് അത് ആദ്യം ഒരു ചെക്ക് ചെയ്തിട്ട് നമുക്കവർ വീണ്ടും റിപ്പോർട്ട് അയക്കും. ഇന്ന ഡോക്യുമെൻറ്റ്സ് ആണ് അവർക്ക് വീണ്ടും വേണ്ടതെന്നുള്ളത്, എവിടെ നിന്നൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ആ ഒരു പോർട്ടലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൻ്റെ അതിൻ്റെ എങ്ങനത്തെയാണ് വേണ്ടത്, എത്ര സൈസിലുള്ളതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന്, അതായത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് ഒരു റിപ്പോർട്ട് പോകാനുണ്ടായിരിക്കും. അപ്പോൾ അവർ ഓരോന്നിനും ഓരോ ഫോം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോം നമ്മൾ കോളേജിൽ കൊടുത്തു കഴിയുമ്പം അവരവിടുന്ന് അതിൻ്റെ കൂട്ടത്തിൽ ആ ഫോം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് കാണാം. അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്, അതൊക്കെ ഇന്ന് ഇപ്പം ഈ
ഈ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോളേജിൽ ഏത് പ്രിൻസിപ്പളാണോ ഉള്ളത് ആ പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചറോടെ വെരിഫൈ ചെയ്ത് വിട്ട് കോളേജിൽ നിന്ന് ഡയറക്റ്റ് വേണം നമുക്ക് നേഴ്സിംഗ് കൗൺസിലേക്ക് അയക്കാൻ. സെയിം വേ നമ്മുടെ ഏത് നേഴ്സിംഗ് കൗൺസിലാണോ രജിസ്ട്രേഷൻ ഉള്ളത്, ഫോർ എക്സാമ്പിൾ എനിക്ക് കേരള നേഴ്സിംഗ് കൗൺസിലായിരുന്നു രജിസ്ട്രേഷൻ, ആ നേഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ ഉള്ളിടത്ത് ഇതേപോലെ ഫോം ജനറേറ്റ് ചെയ്യും. ആ ഫോം അവിടുന്ന് കേരള നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് അവരത് ഡയറക്റ്റ് CGFNSലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും നമുക്ക് അപ്ഡേറ്റ്സ് തരും. അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം സെയിം ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നത് ലാസ്റ്റ് 5 ഇയറിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതും ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട്സ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള 5 വർഷത്തെ ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട്സ്, അതായത് അവിടുന്ന് HR നിന്ന് പിന്നെ ആ പ്രസൻറ്റിലുള്ള ആൾക്കാരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് അവിടുന്ന് ഡയറക്റ്റ് കൊറിയർ അയച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഉള്ളതെന്ന് പറയാൻ ഈ ഒരു സമയത്താണ് നമുക്ക് ഇത്രയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ IELTS റിസൾട്ടൊക്കെ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയം നമുക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഏജൻസി ത്രൂ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരിക്കണം നമ്മളിങ്ങനെ നമ്മുടെ റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ ആക്സസ്സാണ് കൊടുക്കുന്നത്, അതായത് നമ്മുടെ റിസൾട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഫുൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് CGFNS നമുക്കൊരു റിപ്പോർട്ട് ഇങ്ങോട്ട് അയക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് വേറെ 2 റിക്വയർമെൻറ്റ്സ്, അതായത് ലേറ്റസ്റ്റ് സ്റ്റഡി ലാസ്റ്റ് ഒക്ടോബർ മുതൽ ചെയ്തവർക്കായിരുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ന്യൂസിലൻഡിൻ്റെ കൾച്ചറിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള 2 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് വലിയ സംഭവമൊന്നുമല്ല. ഇവിടുത്തെ മൗറി പീപ്പിൾ എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ ലോക്കൽസാണ്. അവരുടെ കൾച്ചർ, അവരെയുമായിട്ട് നമ്മളെങ്ങനെ മിങ്കിൾ ചെയ്യണമെന്നുള്ള, നമ്മളെങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ബേസിക്കും കാര്യങ്ങളും ഇവിടുത്തെ ഒരു ബേസിക് എന്താണെന്നുള്ള റിലേറ്റഡ് ആയിരുന്ന ഒരു കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അത് അവർ കുറേ സ്ലൈഡ്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ആ സ്ലൈഡ്സ് ഗോ ത്രൂ ചെയ്യുക. അവസാനം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ CGFNSൻ്റെ പോർട്ടൽ അപ്ലോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിൽ ക്യാപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതാണ്. അപ്പം ഇത്രയും ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവർ വീണ്ടും ചോദിക്കും, അവരൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ആ റിപ്പോർട്ട് നമുക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചൊരു മെയിൽ അയക്കും. ആ റിപ്പോർട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കാം. അന്നേരം അവർ CGFNSൽ നിന്നാണ് ഡയറക്റ്റ് IQNലേക്ക്, അതായത് ഈ നേഴ്സിംഗ് കൗൺസിലിലേക്കുള്ള CGFNS എന്നുള്ള റിപ്പോർട്ട് അവരയക്കും. അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് വരുന്നുണ്ട്. ആ ലിങ്ക് വെച്ച് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ MyIQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ ഓപ്പൺ ആകുന്നത്. അതോടെ CGFNSൻ്റെ റോള് കഴിഞ്ഞു. ഇനി നമുക്ക് MyIQനിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളുള്ളത്. അപ്പം അതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം സെയിം വേ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് അവിടെ നിന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവർ തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് നോക്കുക, ഇമെയിൽ അപ്ഡേറ്റ്സ് നോക്കുക, എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് പോർട്ടലിൽ വന്നിട്ടുണ്ടോ നമുക്കത് കാണാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ റിപ്പോർട്ട് അവരുടെ അപ്ഡേറ്റ്സിനനുസരിച്ചുള്ള നമ്മൾ റിപ്ലൈ ചെയ്യുക. അതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീനമായി എനിക്ക് കിട്ടാനുള്ള സാധ്യതയെന്ന് പറയാനായിട്ട് അവർ അപ്പോൾ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ചോദിച്ചത് നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും എഡ്യൂക്കേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്, എന്തെങ്കിലും കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്കില്ലായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് ഓഫ് കോഴ്സ്, അതായത് പോസ്റ്റ് BSc എടുത്തവർക്ക് എന്താണെങ്കിലും അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BCLSും അതുപോലെ ഇൻഫെക്ഷൻ ട്രെയിനിങ് കൺട്രോൾ അങ്ങനെയുള്ള കുറേ കോഴ്സസിൻ്റെ എല്ലാം ഞാൻ ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. അങ്ങനെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള നമ്മുടെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സപ്പോർട്ടീവ് കോഴ്സസ് നമുക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആണോ അതെല്ലാം നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ GNMകാർ പ്രത്യേകം ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ 6 മന്ത്സിൻ്റെ കോഴ്സൊക്കെ ഓൺലൈൻ കുറേ കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള എന്തൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്
വെറുതെ 6 months കോഴ്സ് ഉണ്ട്, 3 months കോഴ്സ് ഉണ്ടായിരിക്കും, ചിലപ്പം കുറച്ച് മണിക്കൂർ ഇരുന്നാൽ കിട്ടുന്ന കോഴ്സസ് ഉണ്ടായിരിക്കും. അതൊക്കെ മതി. അങ്ങനത്തെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ACLS ആണെങ്കിലൊക്കെ നല്ല അങ്ങനെയുള്ളതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഇതിനെ സ്ട്രോങ് ആക്കുന്ന ഒരു എവിഡൻസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ മൈ ഐക്യൂനിൽ നിന്നാണ് നമുക്ക് ഫൈനലായിട്ടുള്ളൊരു ക്യാപ്പിൻ്റെ ലെറ്റർ തരുന്നത് അവർ. ആ ലെറ്ററിനകത്താണ് നമുക്ക് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണോ അതോ എൻറോൾഡ് നേഴ്സായിട്ടാണോ ഇവിടെ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യാനുള്ള അവസരം എന്നുള്ളത് മെൻഷൻ ചെയ്തേക്കുന്ന ആ ഒരു ക്യാപ്പ് ലെറ്ററിനകത്താണ്. ആ ലെറ്ററിൻ്റെ ബേസിസിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനെ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് രജിസ്റ്റേർഡ് നേഴ്സ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി പോയി. ആ ഒരു സന്തോഷമാണ് എൻ്റെ ഇപ്പോഴും. കാരണം ആർക്കെങ്കിലും ഒക്കെ ഇതൊരു യൂസ്ഫുൾ ആകാൻ പറ്റുവാണെങ്കിൽ, എത്ര പേര് നമ്മുടെ ജീനംകാരെ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് എല്ലാവർക്കും ഇത് ഒന്ന് ശ്രമിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും കോളേജുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ആ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറേ നഴ്സിംഗ് കോളേജസിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഡയറക്റ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ലിസ്റ്റിൽ കൂടെ ഓപ്പൺ ചെയ്ത് നോക്കും. ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറി നോക്കും. അപ്പോൾ അവർക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര ഫീസാണ്, എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടുതൽ എന്ത് സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് അതെല്ലാം കൊടുത്തിട്ട് അയക്കുക. അപ്പോൾ അവരെന്നാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് അവൈലബിൾ ഉണ്ടോ അതനുസരിച്ച് അവർ നമുക്ക് റിപ്ലൈ തരും. ആ റിപ്ലൈക്ക് അനുസരിച്ച് ഫീസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഫീസ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സീറ്റ്സ് നമുക്ക് റെഡിയാക്കി തരും. ഇതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി ത്രൂ ആണെങ്കിലും സെയിം വേ അവർ നമുക്ക് കുറേ ഫോമും കാര്യങ്ങളും നമുക്ക് തരും പല പല കോളേജിൻ്റെ. അപ്പം പിന്നെ അവർ വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്താൽ മതി. അപ്പം വേറെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ആ പ്രോസസ്സ് നമുക്ക് ഏജൻസി ത്രൂവും ചെയ്യാൻ പറ്റും. നമ്മൾ കാരണം എന്താണെങ്കിലും ഇതൊരു ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസിലൻഡിൽ വരിക എന്നുള്ളത്. പക്ഷേ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്പിൻ്റെ ഫീസ്, ക്യാപ്പ് ചെയ്യുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് 5 to 6 lakh വരുന്നുണ്ട്. പക്ഷേ ആ പൈസ നമുക്ക് ഇപ്പോൾ തിരിച്ചു തരുന്നുണ്ട്. ഗവൺമെൻറ് നമുക്ക് ആ പൈസ 1 രൂപ പോലും ഇല്ലാതെ കൃത്യമായിട്ട് അത് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും കുറച്ച് ചിലവും കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്ക് അത് ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൂടെ ഉള്ളൂ ക്യാപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിർത്താൻ പോവാന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഓസ്കിയാണ്. എന്നാലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ സിമിലർ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് തിയറിയൊക്കെ നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓസ്കിയുടെ ഒരു എക്സാം മാത്രം ഇവിടെ വന്ന് ചെയ്താൽ മതി എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവൻ അങ്ങനെയാണെങ്കിൽ പോലും മറ്റുള്ള കോളേജസിന് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത കോളേജിൽ ഞങ്ങൾക്ക് ഓസ്കി എക്സാമും ഉണ്ടായിരുന്നു. ഈ ക്യാപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കോളേജ് അതൊരു ഇൻ ഫ്യൂച്ചറിൽ അത് വരുന്നത് കൊണ്ടായിരിക്കും കോളേജ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്കൊരു ഓസ്കി എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ അടുത്തതിനകത്ത് ഇടുന്നുണ്ടായിരിക്കും. കാരണം മിക്കവാറും അത് അവർ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ഇനി വരുന്ന ഓസ്കി എക്സാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എൻ്റെ റിപ്ലൈ ഉറപ്പായിട്ട് ഞാൻ തരുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് മെസ്സേജ് അയയ്ക്കുക. കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പറയുമ്പം ചിലപ്പം മിസ്സാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ജീനംകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സ് സെയിമാണ്. മാക്സിമം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, അതായത് വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ള സംഭവങ്ങളായിരിക്കണം. കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിനകത്ത് മുൻഗണന എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതെല്ലാം വെച്ച് നോക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് എൻറോൾഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും. അതായത് അണ്ടർ മീൻസ് അവരുടെ സൂപ്പർവിഷനിലായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റത്തില്ല, അങ്ങനൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു വ്യത്യാസമൊന്നുമില്ല. രജിസ്റ്റേർഡ് നേഴ്സ് എന്തോ വലിയ സംഭവം, എൻറോൾഡ് നേഴ്സ് താഴെ അങ്ങനെയൊന്നുമില്ല. അവർ എല്ലാവരും ഒരുപോലെ കാണുന്ന ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീനംകാർക്ക് ഓഫ് കോഴ്സ് ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്.
ഞാനിവിടെ ഒരു ഗാർഡനിലിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ബഹളമൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോറി. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ പറയാൻ. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാമെന്നായിരിക്കും. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.